നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ റവന്യൂ സംഘം പൊളിച്ചു നീക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. റവന്യൂ സംഘം എത്തും മുൻപേ ചില കെട്ടിടങ്ങൾ ഉടമകൾ തന്നെ പൊളിച്ചു തുടങ്ങിയിരുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? സംഘർഷമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? അല്പസമയത്തിനകം ഈ പൊളിക്കൽ നടപടി തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശാന്തമ്പാറ പഞ്ചായത്തിൽ വൻ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്, അറിയിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വൻ പോലീസ് സന്നാഹമാണ്. 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്ക് വേണ്ടി പൂപ്പാറയിൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 56 ഉടമകളുടെ കൈവശമുള്ള 88 കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത്. അതിൽ 29 വീടുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകളുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, മറ്റ് തടസ്സവാദങ്ങൾ ഉന്നയിക്കരുത്, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവിൻ പ്രകാരമാണ് ഈ പൊളിക്കൽ നടപടിയെന്ന് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു പ്രതിഷേധം നിലവിൽ ഇവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പൊളിച്ചു തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഉടമകൾ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് എത്താനുള്ളതും അതുപോലെ തന്നെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയും എന്തായാലും പോലീസ് കണക്കാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷ ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒഴിപ്പിക്കലും പൊളിപ്പിക്കലും ഒക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ്. 2007 VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും വലിയ ഒഴിപ്പിക്കലും പൊളിപ്പിക്കലും നടന്നിട്ടുള്ളത്. അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ പൊളിക്കൽ നടപടിയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇതിനിടയിൽ ചെറിയ ഒഴിപ്പിക്കലും അതുപോലെ തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ പൊളിക്കുന്ന ഒരു പ്രക്രിയ, അത് ഇത്രയും വലിയൊരു പ്രക്രിയ അത് 2007 ശേഷം ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് എടുത്തു പറയുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് റവന്യൂ വകുപ്പ് ഈ ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. 2022 ഈ പന്നിയാർപ്പുഴ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നുള്ളൊരു പരാതി വരുന്നത്. പിന്നീട് ഹൈക്കോടതിയിൽ ആ കേസ് ചെല്ലുന്നു. ഹൈക്കോടതിയുടെ പ്രത്യേക സമിതി നടത്തിയ അന്വേഷണത്തിൽ പന്നിയാർപ്പുഴയുടെ ഇരുകരകളിലുമുള്ള 86 കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും പുഴയിലേക്ക് ഇറക്കിയാണ്. പുഴയുടെ പുറമ്പോക്ക്, ആറ്റുപുറമ്പോക്കിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. നഗ്നമായ നിയമലംഘനമാണെന്ന് കണ്ടെത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരിയിൽ ഈ കെട്ടിടങ്ങളൊക്കെ ഏറ്റെടുക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. പിന്നീട് 2 മാസത്തിനുള്ളിൽ ഇത് പൊളിച്ചു നീക്കണമെന്നുള്ളത് ഉടമകൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. പക്ഷേ അവരത് പാലിച്ചില്ല. പിന്നീട് അവർ സുപ്രീം കോടതിയിൽ പോവുകയായിരുന്നു. സുപ്രീം കോടതിയുടെ വിധിയും ഈ ഉടമകൾക്ക് അനുകൂലമായിരുന്നില്ല. പിന്നാലെ ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവായി പോകണമെന്നുള്ള നിർദ്ദേശം നോട്ടീസായി റവന്യൂ വകുപ്പ് ഈ 56 ഉടമകൾക്കും കൊടുത്തതാണ്, കെട്ടിട ഉടമകൾക്കും കൊടുത്തതാണ്. പക്ഷെ അത് പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണം, കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതും നടപ്പായില്ല. അതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പ് ഈ പൊളിക്കൽ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. JCB ഉൾപ്പെടെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ഇടിച്ചു നിരത്തി പൊളിച്ചു മാറ്റും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ ആളുകളുടെ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആളുകൾ ഒഴിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ആ കെട്ടിടങ്ങളൊക്കെ അതേപടി നിലനിർത്തുന്നതിന്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ വലിയ ഈ ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായിട്ട് നേരത്തെ തന്നെ എത്തി നോട്ടീസ് ഉൾപ്പെടെ കൊടുക്കുകയും കെട്ടിടങ്ങൾ സീൽ ചെയ്യുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ഈ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ വിച്ഛേദിക്കാൻ വന്നപ്പോൾ ആളുകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകില്ല എന്നുള്ള കടുംപിടുത്തമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഈ ഒഴിപ്പിക്കൽ നടപടിയോട് സഹകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പറയുകയും ചെയ്തത്. എന്തായാലും വലിയ പോലീസ് സന്നാഹത്തോടു കൂടി അല്പസമയത്തിനകം തന്നെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.